ഇന്ന് ഈ രാത്രി ഈ ഒരു പെപ്സി കുപ്പിയും വെച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എഞ്ചേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നതാ. ഈ ഒരു പെപ്സി കുപ്പിയുണ്ട്, 3-4 ആളുണ്ട്. കുറച്ച് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും എനിക്ക് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. എനിക്കൊരു പണിയുണ്ട് ഇവിടെ. രാവിലത്തെ മട്ടൻ കറി ചൂടാക്കണം, 3-4 ബ്രെഡും ചൂടാക്കണം. എഞ്ചേട്ടന് എനിക്കും തിന്നാനാ രാത്രി. ഇതൊക്കെയാണ് എൻ്റെ രാത്രിയിലെ പണി. അപ്പത്തിന് അതാ അവിടെ അടിയായി പെപ്സി കുപ്പിക്ക്. എനിക്ക് പെപ്സി തന്നില്ലേ, എനിക്ക് പെപ്സി തന്നില്ലേന്ന്. ഇത് വരിയായിട്ട് ഓരോന്ന് വരുന്നവർക്കൊക്കെ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തു. കാരണം എന്താ, ജലദോഷം ചുമയാണ്, മഴയാണ്. പെപ്സിയും കുടിച്ച് ഉഷാറില്ല, അവരത് കൊച്ചു TV കണ്ട് രസിക്കുന്നു. അപ്പത്തിന് ഞാൻ അടുക്കളയ്ക്ക് വന്ന് നമ്മുടെ മട്ടൻ കറി എന്തായെന്ന് നോക്കണ്ടേ. മട്ടൻ കറി ഏകദേശം വറ്റി കുറുകി വന്നിട്ടുണ്ട്. 3-4 ബ്രെഡ് നമുക്ക് ചൂടാക്കണം. 4 പോരാ, 5-8 വേണം. അങ്ങനെ 5-8 ബ്രെഡും ചൂടാക്കി. എനിക്ക് പിന്നെ കുറച്ച് ചോറുണ്ട്. പിന്നെ ഡയറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെ ഞാൻ നന്നായി തിന്നും, അത് നോക്കണ്ട. പിള്ളേർ പിന്നെ ഉച്ചയ്ക്ക് ഒരു ഉറക്കം ഉറങ്ങി, പിന്നെ രാത്രി ഉറങ്ങില്ല. നമ്മൾ എപ്പോഴാണോ കിടക്കുന്നത് അന്നേരെ കിടക്കും. ഞങ്ങളൊന്ന് കിടക്കാൻ പോകുമ്പോഴത്തേനും രഞ്ജുവേട്ടൻ വരും. അതിനുള്ളതൊക്കെ ചെയ്ത് വയ്ക്കുമ്പോഴത്തേനും നേരെ ഒരുപാടാവും. പിന്നെ കഴുകി തുടച്ച് കിടക്കുമ്പോഴത്തേനും ഒരു നേരമാവും. അങ്ങനെ എങ്ങനെയോ വേഗം കഴിക്കാൻ തുടങ്ങി. ഞാൻ വെട്ടി വീങ്ങുന്നുണ്ടെങ്കിൽ വിശക്കുന്നുണ്ടേ. അങ്ങനെ പാറു എന്തൊക്കെയോ ഒന്ന് പറയുന്നുണ്ട്, ഫോണിൽ എന്തോ കാണിച്ചു തരാനോ എന്തോ. ഇവർ ഭയങ്കര TV ആണല്ലോ. ഇന്ന് കൊച്ചു TV വേറെ സ്കൂളിൽ എന്തോ പരിപാടി ഷൂട്ട് ചെയ്തത്. ഇന്നാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ പരിപാടി കാണൽ തകൃതിയാണ്. ടീച്ചേഴ്സ് ഡാൻസ് കളിക്കുന്നു, കൂടെ ഇവർ ഡാൻസ് കളിക്കുന്നു. ഭയങ്കര ഇഷ്ടമായി. 10 മണി 10:30 ആയി. നിങ്ങൾ ഓർക്കണം, അന്നേരമാണ് ഈ പരിപാടി. എങ്ങനെയൊക്കെയോ അടച്ചു പൂട്ടി കിടക്കാൻ പോയിട്ടോ റൂമിലുള്ള അംഗമാണ് ഇത്. അച്ഛനും മോളും തകൃതി ഡാൻസ്, പാട്ട്, വർത്താനം. ഒന്നും ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല. അപ്പം ഇന്ന് ഇത്രയ്ക്കേ ഉള്ളൂ. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.